ഒരുപാട് ഒച്ചയുള്ള മ്യൂസിക്കും DJ ഒക്കെ ആയിട്ട് ഒബ്സസ്ഡ് ആയിട്ടുള്ള ലോകത്ത് ഒരു മനുഷ്യൻ സമാധാനവും ദൈവവിശ്വാസവും പാട്ടുകളുടെ ഉള്ളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു. Next up, വേദിയിലെത്തുന്നു Bollywood hits rounder with a lovely Hindi song, Siju Kumar. Bismillah, Bismillah. കവിതകളെ മോഡേൺ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന ഒരാൾ, ഒരു സൂഫി വോക്കലിസ്റ്റും ഒരു ഖവാലി പെർഫോമർ കൂടിയാണ്. ചെറിയ ചെറിയ കൾച്ചറൽ ഫെസ്റ്റിവൽസ് തൊട്ട് ഇന്റർനാഷണൽ ഓഡിയൻസിനെ വരെ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രമല്ല ഒരു എക്സ്പീരിയൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയ ഒരാൾ. ഇന്ന് നമ്മൾ പാട്ടുകളെ പറ്റി മാത്രമല്ല സംസാരിക്കാൻ പോകും. ഒരാൾക്ക് ഒരു കലയിനോടുള്ള വിശ്വാസം, അതിനുവേണ്ടി ചെയ്ത സാക്രിഫൈസുകൾ, ഈഗോ പ്രശ്നങ്ങൾ, പൈസ, ഇതിനെല്ലാത്തിനും പുറമെ പലരും സഞ്ചരിക്കാൻ ഭയക്കുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിച്ച ഒരാളുടെ കഥയാണ്. അതിലും ചുരുക്കം ചിലർ മാത്രം സർവൈവ് ചെയ്യുന്ന ഒരു മേഖല. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പ്രിവിലേജ് ആയിട്ട് കാണുകയാണ് പുള്ളീനെ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. വെൽക്കം സിജു കുമാർ ചേട്ടാ. നമസ്കാരം ചേട്ടാ. ഞാൻ ഈ പറഞ്ഞെന്തെങ്കിലും ചേട്ടന് നമ്മുടെ ഈ പാട്ടുകളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് സൂഫി ഖവാലി മേഖലയാണ്. അതിൻ്റെ ഒരു സ്വാധീനം എനിക്ക് വളരെ ചെറുപ്പത്തിലെ പല നുസ്രത്ത് ഫത്തേ അലി ഖാൻ, അങ്ങനെയുള്ള ലെജൻസിനെ ഞാൻ കാസറ്റിലൂടെ കേട്ടിട്ട് ഞാൻ വളരെ അതിൽ തീവ്രമായിട്ട് ഞാൻ ആഗ്രഹിച്ച് എനിക്കത് അതിനെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പോകെ അതിനുള്ളൊരു സ്കോപ്പൊന്നും കേരളത്തിൽ നിലവിൽ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ RLV ഞാൻ ഗാനഭൂഷണം ഡിപ്ലോമ കാലഘട്ടത്തിന് ശേഷം നോർത്തിൽ എൻ്റെ ബ്രദേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഡൽഹിയിലേക്ക്. പിന്നെ അവരുടെ അടുത്ത് ഞാൻ പോയി ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പിന്നെ സൂഫി സംഗീതത്തിലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്കറിയാൻ സാധിച്ച കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വേരുകളുള്ള അടിത്തറയുള്ള ഒരു സംഗീത ശാഖയാണ് സൂഫി ഖവാലി. അപ്പോൾ അത് വളരെ കുറച്ച് കാസറ്റിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ കേട്ട് പഠിക്കേണ്ട ഒന്നല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും അതിനെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് വളരെ പാഷനേറ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം എന്നുള്ളൊരു ആഗ്രഹം വരികയും പിന്നെ സംഗീതം തന്നെയാണ് എൻ്റെ ജീവിതം. അപ്പോൾ അതുവഴി എൻ്റെ ജീവിത കാര്യങ്ങളും നടക്കണം എന്നുള്ളൊരിത് കൂടെയാണ് ഞാൻ ഈ ഖവാലി മേഖലയിൽ ഞാൻ എത്തിപ്പെട്ടത്. ആദ്യമൊക്കെ ഞാൻ ഏതൊരു സിംഗറിനെ പോലെ ഞാൻ ഗാനമേള വേദികളിലൊക്കെ പാടിയിരുന്നൊരു സിംഗറായിരുന്നു. പിന്നീടാണ് ഞാൻ എൻ്റെ യാത്രകളിലൂടെയും ഈ സൂഫി ഖവാലി മേഖലയെക്കുറിച്ച് അറിയുകയും അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും സ്റ്റിൽ ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനിപ്പോഴും മുംബൈയിൽ ഗുലാം ഖാദിർ ഖാൻ സാറിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കലും സൂഫി വിഭാഗത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇത് സൂഫി ഖവാലി ഒരു പേർഷ്യൻ സംസ്കാരം ഈ സംഗീത മേഖലയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കവിത റൂമി, ബുല്ലേ ഷാ പോലുള്ള മഹാന്മാരായ കവികളുടെ ഒരു സംഗീത ആവിഷ്കാരമാണ് ഈ ഖവാലി. ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് ഇരുന്ന് ഹാർമോണിയം, ഡോലക് എല്ലാം കൂടെ ഇരുന്ന് വായിക്കുന്ന ഒരു മേഖലയാണ് സൂഫി ഖവാലി. ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സിന്റെ ഒരു പെർഫോമൻസാണ്. ചേട്ടാ, ഈ സൂഫി ഖവാലി എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സിംഗിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു ഡിസിപ്ലിൻ ആവശ്യമുണ്ടല്ലോ. അപ്പം ചേട്ടൻ്റെ ജീവിതത്തിൽ പാലിക്കുന്ന ആ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്താണെന്നൊന്ന് പറയാമോ? ഞാൻ ഈ ഖവാലി ഇതിലേക്ക് വന്നതിന് ശേഷം ഞാൻ വളരെയധികം
ഡിസിപ്ലിൻഡ് ആയി എന്ന് എനിക്ക് തന്നെ അത് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് തികച്ചും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേ ഓഫ് ലൈഫാണ് സൂഫി ഖവാലിക്കുള്ളത്. അത് ഉറുദു ആണ് കൂടുതലും ഇതിൻ്റെ സംഗീത ഭാഷ വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആ ഒരു ആഴം എല്ലാം നമ്മൾ മനസ്സിലാക്കി പാടുമ്പോൾ നമ്മൾ ഒരു സെൽഫ് റിയലൈസേഷൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് അതിൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ പല പല എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് സംഗീതത്തിലൂടെ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെ ഈ ഒരു ഖവാലിയിലൂടെ എനിക്ക് സാധിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് എന്നെ തന്നെ പ്യൂരിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചേട്ടാ, ഇപ്പൊ ഇവിടെ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനൊക്കെ വരുന്ന സമയത്ത് ചേട്ടാ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ആ ഡേയിൻ്റെ അന്നും ഡേ ബിഫോർ അത് എങ്ങനെയാണ് ചേട്ടാ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു ഡേക്ക് വേണ്ടി? ഞാൻ ആക്ച്വലി ബി എ മ്യൂസിഷ്യൻ. ഞാൻ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ വിഭാഗം ആയതുകൊണ്ട് ഞാൻ ഖവാലിയിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഏതൊരു സിംഗറിനെ പോലെ രാവിലെ സാധകം ചെയ്യും. രാവിലെ പറ്റിയില്ലെങ്കിൽ ഡേ നൈറ്റ് ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ രാവിലെ ഗാർഗിൾ ചെയ്യും, ഉപ്പിട്ട് വെള്ളം നമ്മൾ ഗാർഗിൾ ചെയ്യും. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഹിന്ദുസ്ഥാനി ക്ലാസിക്കലും പഠിക്കുന്നതുകൊണ്ട് അകാരം മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യും. അതൊക്കെ നമ്മുടെ ഒരു വാമപ്പിന് നല്ലതാണ്. നമ്മുടെ ഒരു വോയിസ് സ്ട്രെങ്തൻ കൂട്ടാനായിട്ട് ഉപകരിക്കുന്നതാണ്. ചേട്ടാ, ഇപ്പം ഈ പറഞ്ഞ ഇപ്പൊ സൂഫി ആണെങ്കിലും ഖവാലി ആണെങ്കിലും ഇത് ഭയങ്കര നീഷായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സിംഗിങ് ആണ്. ഇത് എല്ലാരും റിലേറ്റ് ചെയ്യുന്നൊരു ഇതല്ല. അപ്പം ചേട്ടൻ എങ്ങനെയാണ് ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് വേണ്ടി കൂടിയാണല്ലോ ഇത് നമ്മൾ ചെയ്യുന്നത്? ഇത് എവിടെ നിന്നാണ് അങ്ങനെ ഒരു തീരുമാനം വന്നത് ചേട്ടൻ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ബ്രദേഴ്സൊക്കെ ഡൽഹിയിലൊക്കെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവര് എനിക്ക് ഗസൽസിന്റെ ഖവാലിയുടെ ഒക്കെ ഒരുപാട് കാസറ്റ്സ് ഒക്കെ എനിക്ക് കൊണ്ടുതരാറുണ്ട് ചെറുപ്പത്തില്. അപ്പൊ അത് കേട്ടിട്ട് എനിക്ക് സംതിങ്, നമ്മൾ കേൾക്കുന്ന ഒരു സംഗീതത്തിൽ നിന്നും നമ്മളെപ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു സാധനം കേൾക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വഴിമാറിപ്പോകുമല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് അതിലേക്ക് ഞാൻ അതിൽ പാഷനേറ്റ് ആവുകയും പിന്നെ അതിന്റെ ഒരു റൂട്ട് തേടി ഞാൻ ഒരുപാട് കളക്ഷൻസ്, നുസ്രത് ഫത്തേ അലി ഖാൻ, രാഹത്ത് ഫത്തേ അലി ഖാൻ, പിന്നെ പാകിസ്ഥാനിലുള്ള ഒരുപാട് സിംഗേഴ്സ്, പിന്നെ എൻ്റെ ഒരു സമയമൊക്കെ യൂത്ത് ആ സമയമൊക്കെ അപ്പോഴേക്കും റഹ്മാൻ സാറിൻ്റെ ഒരു കാലഘട്ടം. അദ്ദേഹം ചെയ്തിട്ടുള്ള, അദ്ദേഹവും വളരെ സൂഫി ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒക്കെ എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഖ്വാജ മേരെ ഖ്വാജ, കുൻ ഫയ കുൻ, പിയ ഹജേലി, അതുപോലുള്ള സോങ്സ് ഒക്കെ അത് വളരെ നമ്മൾ ആ പാട്ട് കേട്ടിട്ട് നമ്മൾ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ. മറ്റുള്ള പാട്ട്, ദാസ സാറിന്റെ പാട്ടൊക്കെ വേറൊരു കൈൻഡ് ഓഫ് നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുമെങ്കിലും ഇതില് നമ്മള് അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് എൻ്റെ വഴിയെന്ന് എനിക്ക് സ്വയം തിരിച്ചറിവുണ്ടായെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ചേട്ടാ, ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇത് ഭയങ്കര നീഷായിട്ടുള്ള ഇതാണല്ലോ. അപ്പൊ നമുക്ക് തുടക്ക സമയങ്ങളിൽ ഒരു എക്സ്പീരിയൻസ് നേടി വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇതിന് ഒരുപാട് ഫൈനാൻസ് ഒക്കെ ഉണ്ടാവണമെന്ന് ഇല്ല ഈ ഒരു ഇതില്. അപ്പൊ ചേട്ടൻ ആ കാലഘട്ടത്തിന് എങ്ങനെയാണ് ഫേസ് ചെയ്തത്? അത് എങ്ങനെയാണ് ആ സ്ട്രഗിളിൽ നിന്ന് പുറത്തു വന്നത്? സ്ട്രഗിള് ഞാൻ ആ സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക്കിന്റെ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് വരികയും ഹിന്ദുസ്ഥാനി വോക്കൽ പഠിക്കാനായിട്ട് വരികയും അതുവഴി സൂര്യ കൃഷ്ണമൂർത്തി സാറിനെ എനിക്ക് പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പം അദ്ദേഹം ഞാനും എൻ്റെ ഗ്രൂപ്പിൻ്റെയും ഒരു ഖവാലി പെർഫോമൻസ് കാണുകയും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബാൻഡ് പോലെ ചെയ്തുകൂടാ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷനിൽ സൂര്യ വേദികളിൽ നമുക്ക് ഫെസ്റ്റിവൽ പോലുള്ള സൂര്യ ഫെസ്റ്റിവലിൽ നമുക്ക് വേദികൾ കിട്ടുകയും അതുവഴി
നമുക്ക് തിരുവനന്തപുരത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് സാധിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രൊജക്റ്റിലും, ഇതുവരെയുള്ള എല്ലാ പ്രൊജക്റ്റിലും എന്നെയും ഭാഗവാക്കാക്കിയിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും എന്നെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ വലിയൊരു, എൻ്റെ ഒരു ഗുരുനാഥനായിട്ട് മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹമാണ് എൻ്റെ. ചേട്ടാ, ഇപ്പം ഇങ്ങനൊരു ഇതില് നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പിനെ കിട്ടിയാലാണല്ലോ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ചേട്ടൻ എങ്ങനെയാണ് ആ ഗ്രൂപ്പിലേക്ക് എത്തിയത്? ഇത്രയും വർഷമായിട്ട് ആ ബന്ധം എങ്ങനെയാണ് നിലനിർത്തി കൊണ്ടുവന്നതെന്ന് പറയാം. ഇതില് നമ്മള് ഈ ഖവാലിയില് നമുക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ പുതിയൊരാള് കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയാണ്, നമുക്കൊരു സൂഫി, ഒരു ഗുരുവിൻ്റെ ഒരു ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൂഫി മ്യൂസിക് അത്രയും സ്പിരിച്വലാണ്. അത് പാടുന്നത്, നമ്മൾ അതിൻ്റെ ലിറിക്സ് മറ്റുള്ളവർക്ക് ഹൃദയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും അതുപോലെ നൈർമല്യമുള്ളതാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും, പക്ഷെ ഒരു ഗുരു വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഗുരുവിനെ എനിക്ക് സൂഫി മെന്ററായിട്ട് എനിക്ക് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഗൈഡൻസ് കൊണ്ട് സൂഫി മ്യൂസിക്കിലല്ല, സൂഫിയില് എനിക്കൊരു ഗുരു ഉണ്ട്. അത് മതപരമായ കാര്യങ്ങളല്ല, ഒരിക്കലും അല്ല. ഒരു സൂഫി എങ്ങനെയായിരിക്കണം എന്നുള്ളത്, എത്ര ലാളിത്യത്തോടെ ജീവിക്കണം എന്നുള്ളത് പഠിപ്പിച്ച അദ്ദേഹമാണ് എന്നെ. അപ്പോൾ പിയ ഹജേലി പോലുള്ള മുംബൈ ദർഗ, നാഗൂര്, മുത്തുപേട്ട, ഏർവാടി, ഭീമാപ്പള്ളി പോലുള്ള, തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി പോലുള്ള ദർഗകളിൽ എനിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ സൂഫി ഗുരുവിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഇവരൊക്കെ ആയിട്ട്, ഈ നാഗ്പൂരിലുള്ള ഖലീഫമാരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ എല്ലാ വർഷവും അവിടെ എൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടാവാറുണ്ട്. അത് നാഗൂര്, അത്രയും വിശുദ്ധമായ ഒരു ദർഗയില്, ആ നാഗൂര് പള്ളിയുടെ അകത്താണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റുള്ള കോർപ്പറേറ്റ് ഷോസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അത്രയും ഇന്നസെൻസ് ആയിട്ടുള്ള, വളരെ സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസ്, വളരെ അവരുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ മാറാനും അതൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പൊ ശരിക്കും ഖവാലി ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ പാട്ട് കേട്ട് അവരും നമ്മുടെ കൂടെ ചേരുന്നു, അതിൽ ലയിക്കുന്നു, അവരോടൊപ്പം നമ്മളും എൻജോയ് ചെയ്യുന്നു, പാടുന്നു. അത് വേറൊരു ഫീലാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വളരെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ജീവിക്കാം, എങ്ങനെ ഒരു കലാകാരനെ മനസ്സിലാക്കേണ്ട ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് അതിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. ഈവൻ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഞാനൊരു കോർപ്പറേറ്റ് ഷോ ചെയ്യുമ്പോൾ എനിക്ക് ജീവിക്കാനുള്ള പൈസയാണ് ഞാൻ അതിൽ നിന്ന്, അതും പാടുന്നത് ഞാൻ ഖവാലി തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ദർഗകളിൽ പാടുമ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഖവാലിയാണ് നമ്മൾ യൂസ് പാടാറുള്ളത്. ഈവൻ കോർപ്പറേറ്റ് ഷോസിൽ നമ്മൾ പാടുമ്പോൾ കുറച്ചുകൂടെ ഫിൽമി ഓറിയന്റഡ് ആയിട്ടുള്ള ഖ്വാജ മേരെ ഖ്വാജ, കുൻ ഫയ കുൻ, ബർദ ജോലി, അതൊക്കെയാണ് കൂടുതലും പ്രേക്ഷകർ ആവശ്യപ്പെടാറ്. പിന്നെ ഇതില് എൻ്റെ കൂടെ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരൊക്കെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ബാക്കിംഗ് വോക്കൽസ് ആയാലും ഖവാലി ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം സിംഗേഴ്സ് ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ചിലപ്പോൾ എനിക്ക് ആക്സിഡൻ്റിലേക്ക് കിട്ടാറുണ്ട്. ചേട്ടാ ഞങ്ങളും കൂടെ, എനിക്കും പാടണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ്. പിന്നെ മ്യൂസിഷ്യൻസ് എല്ലാവരും ഞാൻ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് വെക്കുക. ഹാർമോണിയം, കീബോർഡ്, പിന്നെ ലീഡ് ഗിറ്റാർ, ബേസ് ഗിറ്റാർ, തബല, ഡോലക്, പെർക്യൂഷൻ. ഇതാണ് എൻ്റെ ഓർക്കസ്ട്ര. ഇവരൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അവരൊക്കെ ഈ പാട്ടുകളെ കുറിച്ച് പഠിക്കുകയും അവരുടേതായ
ഇന്നോവേഷൻസ് ആ പാട്ടിൽ ഇൻസ്ട്രുമെൻ്റലി അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതിൽ കിട്ടാറുണ്ട്. പിന്നെ ഈ ബന്ധം നിലനിർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മ്യൂസിഷ്യൻസ് ആകുമ്പോൾ അറിയാമല്ലോ, എല്ലാവരും ഒരു സൗഹൃദം ആ ഒരു കാത്തു സൂക്ഷിച്ചാലാണ് നമുക്ക് ആ ഒരു കുടുംബം പോലെ ആയാൽ മാത്രമാണ് ഈ ഒരു ഒരു റൂട്ടിൽ നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നത്. എന്നെ മനസ്സിലാക്കുക, ഞാൻ തിരിച്ചും അവരെ മനസ്സിലാക്കുക, അത് ഇതുവരെ വളരെ സുഗമമായിട്ട് പോകുന്നുണ്ട്. ഒരു ഫാമിലി പോലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് ഒരേ മനസ്സോടെ പോകുന്നുണ്ട്. ദൈവം സഹായിച്ച് നന്നായിട്ട് പോകുന്നു. ചേട്ടൻ കുറച്ചു മുമ്പ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു അമ്പലത്തിൽ ഇങ്ങനെ പോയിരുന്ന സമയത്ത് നമ്മൾ ഈ പാട്ട് പ്രസന്റ് ചെയ്ത സമയത്ത് എല്ലാവരും ചേട്ടനോടൊപ്പം ചേർന്ന് ആ ഒരു എനർജി ഷെയർ ചെയ്ത സമയത്ത് ചേട്ടന് ഭയങ്കര ഒരു ആനന്ദം ഉണ്ടായെന്നൊക്കെ. എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ കയറിയിട്ട് ആളുകൾക്ക് നമ്മുടെ പാട്ടുകളുമായിട്ട് ആ ഒരു റെസൊണേഷൻ വരുന്നെന്ന് തോന്നുന്ന സമയത്ത് ചേട്ടന്റെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്? ആ ഒരു ഫീലിംഗ് ഒന്ന് ഷെയർ ചെയ്യാം. ആ സ്റ്റേജിൽ വെച്ച് ആളുകളുടെ മുമ്പിൽ തോന്നുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. സ്റ്റേജിൽ നമ്മൾ ഇപ്പൊ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്, എങ്കിൽ പോലും ആദ്യത്തെ ബിസ്മില്ല തുടങ്ങുമ്പോൾ ചെറിയൊരു പേടി ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട്. പിന്നെ ഓഡിയൻസിൻ്റെ ഒരു അവരുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരും അത് എൻജോയ് ചെയ്യുന്നു. അവരുടെ ക്ലാപ്സ്, പിന്നെ അവരുടെ ഫേസിലുള്ള എക്സ്പ്രഷൻസ്, പിന്നെ അവർ കൂടെ ഇതുമായിട്ട് ഒരുമിച്ച് സിങ് ടുഗെദർ ഒരുമിച്ച് പാടുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവരുടെ മനസ്സിനെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നു. അവരുടെ കുറച്ച് സമയത്തെങ്കിലും, ഈ പ്രോഗ്രാമിൻ്റെ സമയത്തെങ്കിലും നമുക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ മാറ്റി ഈ മ്യൂസിക്കിലേക്ക്, ഈ മ്യൂസിക്കിൻ്റെ സോളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നു. അതൊക്കെ നമുക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ചേട്ടാ, ഇപ്പം ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ചേട്ടൻ എന്തായാലും ഒരു ഗുരുവിന്റെ അല്ലെങ്കിൽ പല ഗുരുക്കന്മാരുടെ ആവശ്യം വരുമല്ലോ. ആ ആളുകളിലേക്ക് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അവരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരിലേക്ക് എത്തിയത് എങ്ങനെയാണ് ചേട്ടൻ? അതും ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് സംഗീതത്തിന്റെ ഒരു ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ പഠിക്കുന്ന മുംബൈയിലെ ഗുലാം ഖാദിർ ഖാൻ സാർ, അദ്ദേഹം മുംബൈയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സൂഫി സിംഗറാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഗുലാം മുസ്തഫ ഖാൻ വളരെ ഹരിഹരൻ സാറിൻ്റെ ഒക്കെ ഗുരുവാണ്. അപ്പോൾ ആ ഒരു പരമ്പരയിൽ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട്, അദ്ദേഹത്തിന് എനിക്ക് നമ്പർ ഞാൻ കണ്ടെത്തി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അദ്ദേഹം ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും അങ്ങനെ എടുക്കുന്നില്ല, ഡയറക്റ്റ് ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഇടവേളകളിൽ ഞാൻ മുംബൈയിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിലും സൂഫി സംഗീതത്തിലും എനിക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉറുദു ഭാഷയാണ്, ഉറുദുവും ഹിന്ദിയുമാണ് കൂടുതലും ഖവാലിയിൽ വരുന്ന ഒരു ലാംഗ്വേജ്. അപ്പോൾ ഉറുദു ശരിക്കും അതിൻ്റെ ഡിക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ചേട്ടാ, ഇപ്പൊ ഇങ്ങനത്തെ സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ വലിയ വലിയ ഷോകളൊക്കെ ഉണ്ടല്ലോ, ഇന്റർനാഷണൽ ആണെങ്കിലും കൾച്ചറൽ പരിപാടികളൊക്കെ ആണെങ്കിലും, ചേട്ടനിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ആ ഒരു പ്രോസസ്സ്, ഇപ്പോൾ ഒരാൾക്ക് ചേട്ടനെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് എങ്ങനെയാണ് ചേട്ടനിലേക്ക് എത്താനായിട്ടുള്ള? അത് ഞാൻ ആക്ച്വലി ഈവൻസ് ആയിട്ടൊന്നും ഞാനിങ്ങനെ ബന്ധപ്പെടാറൊന്നുമില്ല. എനിക്ക് റിക്വയർമെന്റ് വരുന്ന പ്രോഗ്രാം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സൂഫി, ഖവാലി ഞാൻ ഒരു 12 വർഷമായി ഞാൻ പെർഫോം ചെയ്യുന്നു. അപ്പൊ ഈ 12 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് കേരളത്തിനകത്തും പുറത്തും US വരെ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്.
പിന്നെ എബ്രോഡും എല്ലാം പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഖവാലി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് യൂത്ത് ചെറിയ ചെറിയ ബാൻഡ് ഖവാലി ബാൻഡൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഉള്ള പ്രോഗ്രാംസ് എന്നിലേക്ക് തന്നെ വരുന്നുണ്ട്. അത് ഇൻഷാല്ല ഈ ഒരു ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്, പിന്നെ സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ കൂടെ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളതിൻ്റെ ഒരു കണക്ഷൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ് പതിവ്. ചേട്ടാ ഒരു കാര്യം, ഇപ്പം ഒരു കുട്ടി ഇതിൻ്റെയൊക്കെ പഠിത്തം തുടങ്ങുന്നേ ഉള്ളൂ. അവര് ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഒരു 10-12 വർഷമായിട്ട് സ്റ്റേജിൽ ഒരു ഇത് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ആ കുട്ടി എങ്ങനെ ഈ ഒരു ഫീൽഡിനെ എങ്ങനെ കാണണം, അതിൽ എന്തെങ്കിലും ഗൈഡൻസ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കി എടുക്കാൻ. ഗൈഡൻസ് തരാനായിട്ടുള്ള ആളൊന്നും ആയില്ല ഞാൻ. എങ്കിലും എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ പുതിയ ബാൻഡുകളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അവരുടെ അടുത്തല്ല പൊതുവെ പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു ഖ്വാജ മേരെ ഖ്വാജ അല്ലെങ്കിൽ കുൻഫയക്കുനോ യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ട് നമ്മൾ പാടുന്നതല്ല ഖവാലി. അതിന് അതിൻ്റെതായ റൂട്ടുണ്ട്, അതിൻ്റെതായ ഒരു അദബോട് കൂടി നമ്മൾ പെർഫോം ചെയ്യണം. എങ്കിൽ മാത്രം അതിൻ്റെ ഒരു എളിമയുണ്ട് അത് പെർഫോം ചെയ്യുന്നതിൽ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പഠിച്ച് അതിൻ്റെ ഡിക്ഷൻ കറക്റ്റ് ചെയ്ത് എന്താണ് ആ കവിത ഉൾക്കൊണ്ടിരിക്കുന്ന സാരാംശം, എന്താണ് അത് ജനങ്ങളിലേക്ക് പറയുന്നത്, അതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പാടിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. പലരും ഞാൻ പുതിയ ഗ്രൂപ്പുകളൊക്കെ പലതും ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അത് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചിട്ട്, പക്ഷെ അത് പോരാ. കൂടുതൽ സീരിയസ് ആയിട്ട് നിങ്ങൾ ഖവാലിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലണം. അതിൻ്റെ ആധികാരികമായി പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഡിക്ഷൻ മനസ്സിലാക്കി എല്ലാം പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ ഒരു സൂഫി ഖവാലി സിംഗർ ആവാനായിട്ട് നമുക്ക് ആവുന്നത്. ചേട്ടാ ഇപ്പം പൊതുവിൽ നമ്മളിങ്ങനെ അമ്പല പരിപാടിയാണെങ്കിലും പരിപാടികളിൽ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് DJ, ഭയങ്കര ലൈറ്റ്, ആ ഒരു ഡാൻസ്, അങ്ങനത്തെ പരിപാടികളാണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ചേട്ടനും അപ്പം അങ്ങനെ ഒരു പ്രഷർ വന്നിട്ടുണ്ടാവില്ല ഇതിൽ കൂടെ ഇതിൽ നിന്ന് മാറി അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫൈനാൻഷ്യലി കുറച്ചും കൂടെ സെറ്റിൽ ആവാനായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമെന്നുള്ളൊരു ആ പ്രഷർ ചേട്ടൻ എങ്ങനെയാണ് ആ കാലഘട്ടത്തിലൂടെ എങ്ങനെയാണ് വന്നതെന്നുള്ളത്? അല്ല, ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ അതിനെ ഓവർകം ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം അവർക്ക് ഒരു ഫാസ്റ്റ് നമ്പർ, ഒരു യൂത്ത് ഓറിയൻറ്റഡ് ആൾക്കാരെയും കൂടെ എൻ്റർടൈൻ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ യൂത്തിന് ഓൾറെഡി ഈ പാട്ടുകളൊക്കെ ഏകദേശം അറിയാം. റഹ്മാന്റെ ഒരു സ്വാധീനം അവരിൽ യൂത്തിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഈ റഹ്മാന്റെ സൂഫി സോങ്സ് ഒക്കെ എല്ലാവർക്കും ബൈ ഹാർട്ടാണ്. അപ്പം ഞാൻ ഇപ്പോൾ സൂഫി റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമും കൂടെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൽ ഡ്രം, കുറച്ചും കൂടെ റിതം കൂടുതൽ ആഡ് ചെയ്തിട്ട് സൂഫി റോക്ക് എന്നുള്ള കൈലാഷ് ഖേറിൻ്റെ പാട്ടുകൾ, റഹ്മാൻ്റെ പാട്ടുകൾ, പിന്നെ മറ്റുള്ള ഇപ്പോൾ ഏത് ബോളിവുഡ് മൂവി എടുത്താലും അതിലൊരു സൂഫി ഫ്ലേവറുള്ളൊരു പാട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ദുരന്തറിൽ തന്നെ ഇഷ്ക് ജലാക്കർ എന്ന് പറഞ്ഞ സോങ്, അതൊക്കെ അതായത് ഒരു 400 വർഷം മുമ്പുള്ള ഒരു കവാലിന്റെ ഒരു പുതിയ വെർഷനാണ് ഇഷ്ക് ജലാക്കർ. ഇപ്പൊ ഇറങ്ങി വളരെ ഹിറ്റായിട്ട് പോയി. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ പ്രോഗ്രാംസിലും ഉൾപ്പെടുത്തി പുതിയ ജനറേഷനോടൊപ്പം തന്നെ പോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. ചേട്ടാ ആക്ച്വലി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. അപ്പോൾ ഇനി ചേട്ടൻ എന്തെങ്കിലും അഡിഷൻസ് പറയാനുണ്ടോ? അർജുനായിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യം. എന്തായാലും എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തത്. എന്നിരുന്നാലും ഖവാലി എന്നുള്ളൊരു
മ്യൂസിക്കൽ ഫോം ഇനിയും ഒരുപാട് ആളിലേക്ക് എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റ്ലി IFFKയിലൊക്കെ ഞാൻ പെർഫോം ചെയ്തിരുന്നു. അപ്പോൾ ഇനിയും ട്രിവാൻഡ്രത്തും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും എൻ്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അനുഗ്രഹവും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം. എല്ലാവരും എൻ്റെ പ്രോഗ്രാമൊക്കെ കാണാൻ വരണം, അനുഗ്രഹിക്കണം. താങ്ക് യു സോ മച്ച്. സോ ഈ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ ടീം ചെയ്തു എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ സെൻഡ് ചെയ്യാണ്. താങ്ക് യു.